നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള മനസ്സോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ ചേച്ചി? കഴിഞ്ഞതൊക്കെ മറന്നൂടെ? വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊക്കെ ഓർമ്മിപ്പിക്കാനോ ചേച്ചിയെ വിഷമിപ്പിക്കാനോ വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ വന്നത്. ഞങ്ങളുടെ മോളുടെ കല്യാണം വിളിക്കാനാ. ചേച്ചിയുടെ 4 മക്കളുടെ കല്യാണം നടന്നിട്ടും ഞങ്ങളെന്ന് വിളിക്കാൻ ചേച്ചിക്ക് തോന്നിയില്ലല്ലോ. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? മോഹന, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്. അറിയാം ചേച്ചി, അത് മനസ്സിലാക്കി തന്നെ ഞാൻ വന്നത്. പരസ്പരം ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ക്ഷമിച്ചൂടെ ചേച്ചി? കഴിഞ്ഞതെല്ലാം മറന്ന് ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും വരണം. ഇല്ല, ഇവിടെ നിന്നും ആരും കല്യാണത്തിന് വരില്ല. ദയവേത് എന്നെയും എന്റെ കുടുംബത്തിനെയും എന്റെ വഴിക്ക് വിട്ടേക്ക്. സോറി ചേച്ചി. എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ എന്റെ അറിവില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും സംഭവിച്ച. പിന്നെ ഇനിയും അതൊക്കെ മനസ്സിൽ വെച്ചേക്കല്ല ചേച്ചി. ചേച്ചിക്കറിയാലോ, കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ കഴിയുന്നതും എല്ലാവരും പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു ഐശ്വര്യം മാത്രമല്ല. പയ്യന്റെ വീട്ടുകാർക്ക് ഞങ്ങൾ 2 പേരുടെ കുടുംബക്കാരും ഉണ്ടാവണമെന്ന് ആഗ്രഹം പറഞ്ഞു. മോഹനേട്ടനൊരു ചേച്ചിയുള്ള കാര്യം അവരെങ്ങനെയോ അറിഞ്ഞു. അപ്പൊ പിന്നെ ചേച്ചി എങ്ങനെ ഞങ്ങൾ മാറ്റി നിർത്തുന്നേ? അപ്പൊ അതാണ് കാര്യം. എന്തെങ്കിലും വ്യക്തമായ കാര്യമില്ലാതെ നീ വരില്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ചേച്ചി. അതുകൊണ്ട് ചേച്ചി എല്ലാരെയും കൂട്ടി വരണം. ചേച്ചി എന്നെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ ചേച്ചിയും കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. സത്യം പറഞ്ഞ ഭാവനയ്ക്ക് ഭാരത് സർക്കാരിന്റെ ഉത്തം ജീവൻ രക്ഷാപതക അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞപ്പോ നേരിട്ട് വന്നൊന്ന് അഭിനന്ദിക്കണമെന്ന് വിചാരിച്ച, പിന്നെ വേണ്ടെന്ന് വെച്ചു. നിങ്ങളുടെ സന്തോഷത്തിനിടയിൽ ഞാൻ കയറി വന്ന് ഒരു മൂകത സൃഷ്ടിക്കണമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ എനിക്കിപ്പോ ചേച്ചിയെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. ചേച്ചിയുടെ മക്കളെല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെട്ടില്ലേ? ഒരു സാധാരണ നേഴ്സായിരുന്ന ഭാവന കോടീശ്വരനായ സൂര്യയുടെ ഭാര്യയായില്ലേ? ഭാമയും ഭരത്തും ഒരു വലിയ കുടുംബത്തിലെ മരുമക്കളായി കയറി ചെന്നു. പിന്നെ ഏറ്റവുളയ എന്താ ഉള്ള പേര്? ഭാനു. ഭാനു. അവളിപ്പോ MBBS സ്റ്റുഡന്റ്. ഇതില് സേതു മാത്രം ഇവിടെ എത്താതെ പോയല്ലേ ചേച്ചി? അപ്പൊ നീ എന്റെ കുടുംബത്തിന്റെ എല്ലാ ചരിത്രവും മനസ്സിലാക്കിയിട്ടാ വന്നേക്കുന്നല്ലേ? അത് പിന്നെ മനസ്സിലാക്കണ്ടേ ചേച്ചി. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഇന്ന് വരെ ചേച്ചിക്ക് സ്വന്തമായി ഒരു വീട് വെക്കാൻ സാധിച്ചില്ലല്ലോ. ഇന്നും ഈ വാടക വെട്ടി കഴിയാനാണല്ലോ വിധി. നോക്ക്, അന്നും ഇന്നും ഞാൻ സമാധാനം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെനിക്ക് എന്റെ ഈ വീട്ടിൽ കിട്ടുന്നുണ്ട്. അയ്യോ ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ മനസ്സിലാക്കിയ സത്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ മായ, ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? നിങ്ങളുടെ കുടുംബകാര്യം പറയുന്നിടത്ത് എനിക്കൊന്നും പറയാനില്ല. അത് ശരിയാ മായേ. മായയ്ക്കും എനിക്കും അറിയാത്ത കാര്യങ്ങളൊക്കെയാ ഇവർക്കിടയിലുള്ളത്. പിന്നെ കുറെയൊക്കെ മോഹനേട്ടൻ പറഞ്ഞറിയാം. ചേച്ചി, കല്യാണത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. വിളിക്കാൻ വൈകിപ്പോയെന്ന് തോന്നരുത്.
ചേച്ചിയും കുടുംബവും ഞങ്ങളുടെ ജയശ്രീ മോളുടെ കല്യാണത്തിന് വരണം. ഇത് ചേച്ചി. ചേച്ചി, ലെറ്റർ വാങ്ങിക്ക് ചേച്ചി. ഇങ്ങ് തന്നോളൂ. ആ, അമ്മ ഇങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിന്റെ വിഷമം മാറത്തില്ല. മായ മിടുക്കിയ. മായയുടെ പെരുമാറ്റവും രീതിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഉറപ്പായിട്ട് ചേച്ചി വരണം. ഞങ്ങള് കുറച്ചേരായി വന്നിട്ട്. അമ്മ ഇത് എന്താ ഭാവന, എവിടെയെങ്കിലും കണ്ട മുഖപരിചയം ഉണ്ടോ? അമ്മ ഇത് ഭാവന സംശയിക്കുന്ന ആള് തന്നെയാ, നിങ്ങളുടെ മോഹന മാമൻ. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മോളുടെ കല്യാണം വിളിക്കാനാണ്. എന്നും ഇങ്ങനെ പിണങ്ങിയിരുന്ന മതിയോ ഭാവന? ചേച്ചിക്ക് പറയാനുള്ള പരിഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ബന്ധം എന്താ ഇപ്പൊ വേണം തോന്നാൻ കാര്യം? സേതു, വേണ്ട. സേതു ചോദിച്ചാലും കാര്യമുണ്ട് ചേച്ചി. നമ്മളൊക്കെ മനുഷ്യരല്ലേ സേതു? ഇണക്കവും പിണക്കവും ഒക്കെ സർവ്വസഹജമാണ്.